والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. സൂറത്തുൽ ബഖറയിലെ തുടക്കത്തിൽ 3 വിഭാഗം ആളുകളെ സംബന്ധിച്ചാണ്, അല്ലെ 3 വിഭാഗത്തിന്റെ അടയാളങ്ങളാണ് അള്ളാഹു വിശദീകരിക്കുക. അതിലൊന്ന് വിശ്വാസികൾ അഥവാ മുത്തഖീങ്ങൾ. അവരുടെ ലക്ഷണം ഈ 2 ആയത്തോടു കൂടി അവസാനിക്കുക. കഴിഞ്ഞ ആയത്തുകളിൽ അവരുടെ ലക്ഷണം പറയാൻ തുടങ്ങിയത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. വയുഖീമൂന സ്വലാ, അള്ളാഹുവിന് നിർബന്ധമായി നിർവഹിക്കേണ്ട നമസ്കാരത്തിന്റെ കാര്യം വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, ധനപരമായ സാമ്പത്തികമായ എല്ലാ തരം ബാധ്യതകളും കടപ്പാടുകളും അവർ പരിഗണിക്കുന്നവരാണ്. 4-മതായിട്ട് അള്ളാഹു പറയുന്നത് വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, പ്രവാചകരെ താങ്കൾക്ക് ഇറക്കപ്പെട്ട ആ വേദഗ്രന്ഥത്തിൽ അഥവാ ഖുർആനിൽ അവർ വിശ്വസിക്കും. വല്ലദീന മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തിലും അവർ വിശ്വസിക്കും. എന്നിട്ട് അള്ളാഹു ഗൈബിയായ അദൃശ്യ വിശ്വാസ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, പരലോകം എന്നത് അദൃശ്യത്തിൽപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞതാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവിടെ യുഅ്മിനൂന എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. ഇവിടെ അള്ളാഹു പരലോക വിശ്വാസം അദൃശ്യ വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും, അത് നേരത്തെ പരാമർശിച്ച ഗൈബിൽ ഉൾപ്പെടുമെങ്കിൽ പോലും, പരലോകത്തെ പറ്റി പ്രത്യേകം എടുത്തു പറഞ്ഞ പറഞ്ഞത് പരലോക വിഷയത്തിൽ അവർ ദൃഢവിശ്വാസികളാണ് എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം അദൃശ്യമായ അള്ളാഹു, മലക്കുകൾ, വിചാരണ പോലെയുള്ള അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസം ഒരു മനുഷ്യനെ രൂപപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? ഈ വേദഗ്രന്ഥത്തിൽ പറഞ്ഞതിനനുസരിച്ചാണ് അവർ ജീവിക്കേണ്ടത്. ആ ജീവിതത്തിൽ പകർത്തിയിട്ടാണ് ഗൈബിലുള്ള വിശ്വാസത്തെ അവർ തെളിയിക്കേണ്ടത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഈ വിശ്വാസം എന്ന് പറയുന്നത് 3 ഘടകങ്ങൾ കൂടിയതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവർ തസ്ദീഖ് അമലും ബിൽ ജവാരിഹി, ജീവിച്ച് കാണിക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞു, അവർ അള്ളാഹു അദൃശ്യനാണ്, പരലോകം അദൃശ്യമാണ്, വിചാരണ അദൃശ്യമാണ്, നന്മ തിന്മ തൂക്കി നോക്കൽ അദൃശ്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വിശ്വസിക്കും. ആ വിശ്വാസം എങ്ങനെ വിശ്വാസം തെളിയിക്കൽ എങ്ങനെയാണ്? അതനുസരിച്ച് ജീവിച്ചിട്ടാണ്. ആ ജീവിക്കേണ്ടത് എങ്ങനെയാ? ഈ വേദഗ്രന്ഥത്തിൽ പറഞ്ഞനുസരിച്ചാണ്. അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, താങ്കൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അവർ വിശ്വസിക്കും. മാത്രമല്ല, ഈ ഖുർആന് മുമ്പ് ഇറക്കപ്പെട്ടതിലും അവർ വിശ്വസിക്കും എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് എല്ലാ വേദഗ്രന്ഥത്തിലും എല്ലാ വേദഗ്രന്ഥത്തിലും അത് മുൻ വേദഗ്രന്ഥത്തിലെ വിശ്വാസം മൊത്തത്തിലാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ കൂടാതെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ട്, പരിശുദ്ധ റമളാനിലാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇഞ്ചീൽ ഇറക്കി കൊടുത്തിട്ടുണ്ട്, പരിശുദ്ധ റമളാൻ മാസത്തിലാണ്. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സബൂർ ഇറക്കി കൊടുത്തിട്ടുണ്ട്, അത് ഈ റമളാൻ മാസത്തിലാണ്. ആ വേദഗ്രന്ഥങ്ങൾക്കൊക്കെ വിശ്വസിക്കുക. കാരണം അത് പഠിക്കാനും ഒക്കെ ജനങ്ങൾ കൈകടത്തി വികലമാക്കി. അത് ലോകത്ത് അതിന്റെ അടിസ്ഥാന രൂപം നിലവിലില്ല. അതുകൊണ്ട് അതിനുള്ള വിശ്വാസം മൊത്തത്തിൽ മതി. ഇങ്ങനെ ചില വേദഗ്രന്ഥങ്ങൾ ഉണ്ട്,
അത് ഇന്ന ഇന്ന പ്രവാചകന്മാർക്കാണ് എത്തിച്ചു കൊടുത്തിട്ടുള്ളത്, ഇന്ന് അത് നിലവിലില്ല. ആ വിശ്വാസം കൊണ്ട് ഇത് മതി, അത്ര മതി. പിന്നെ ആ വേദഗ്രന്ഥത്തിൽ എന്താണോ അള്ളാഹു പറഞ്ഞത് ആ അടിസ്ഥാന തത്വത്തെ സത്യപ്പെടുത്താനാണ് ഖുർആൻ വന്നിട്ടുള്ളത്. മുസദ്ദിഖൽ ലിമാ ബൈന യദൈഹി എന്ന് പറഞ്ഞു. അവരുടെ മുന്നിൽ നിലവിലുള്ള വികലമാക്കപ്പെട്ടതെങ്കിലും നിലവിലുള്ള വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ സത്യപ്പെടുത്താനാണ് ഈ ഗ്രന്ഥം വന്നതെന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് വേദവിശ്വാസികളോട് പറയുന്നുണ്ട്. അപ്പൊ അത് മൊത്തത്തിൽ മതി. അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. അപ്പൊ മുൻ വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം മൊത്തത്തിൽ മതി. എന്നാൽ ഖുർആനിലുള്ള വിശ്വാസം അതിനെപ്പറ്റി വിശദമായി വിശ്വസിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി മുൻ വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചവർ എന്ന നിലക്ക് ഗ്രന്ഥം നൽകപ്പെട്ട ജൂതർക്കും ക്രൈസ്തവർക്കും ഇസ്ലാം പ്രത്യേകമായൊരു പരിഗണന നൽകുന്നുണ്ട്. എന്താന്ന് ചോദിച്ചാൽ അവർക്ക് രണ്ട് പ്രതിഫലം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അൻ അബി മൂസ റളിയല്ലാഹു അൻഹു, അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയാൻ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ, മൂന്ന് വിഭാഗം, യുഅ്തൗന അജ്റഹും മറത്തൈനി, അവർക്ക് ഇരട്ടി പ്രതിഫലം അല്ലാഹു രണ്ട് പ്രതിഫലം കൊടുക്കുന്ന മൂന്ന് വിഭാഗം ആളുകളുണ്ട്. അതിലൊന്ന് റജുലുൻ മിൻ അഹ്ലി കിതാബ്, ജൂതരോ ക്രിസ്ത്യാനിയോ ആയി ജനിച്ചിട്ടുള്ള, തൗറാത്തിലോ ഇഞ്ചിയിലോ വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ച വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. അവർക്ക് അതിൽ വിശ്വസിച്ച കൂലി ഉണ്ടാവും, ഖുർആനിൽ വിശ്വസിച്ച കൂലി ഉണ്ടാവും, രണ്ട് കൂലി ഉണ്ടാവും. അതേപോലെ തന്നെ വേറൊരു മനുഷ്യൻ, അയാൾ ഒരാളെ അടിമയാണ്. സ്വാഭാവികമായി ഉടമയോട് കടപ്പാടുണ്ടാവും. ഉടമയോടുള്ള കടപ്പാടും അയാൾ നിർവഹിക്കുന്നുണ്ട്, അള്ളാനോടുള്ള കടപ്പാട് നിർവഹിക്കുന്നുണ്ട്. അപ്പൊ വിശ്വാസിയായ ഒരു അടിമക്ക് രണ്ട് പ്രതിഫലം ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു അടിമ സ്ത്രീയെ ഒരാള് നന്നായി വളർത്തി മര്യാദ ഒക്കെ പഠിപ്പിച്ചു എന്നിട്ട് മോചിപ്പിച്ചു, ആ അടിമ സ്ത്രീ ആൾ വിവാഹം കഴിച്ചാൽ അയാൾക്ക് രണ്ട് പ്രതിഫലം. ഇവിടെ ഞാൻ അത് സൂചിപ്പിക്കാൻ കാരണം വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ ഖുർആനിൽ വിശ്വസിച്ചാൽ അവർക്ക് രണ്ട് പ്രതിഫലമാണ്. അപ്പൊ മേൽ പറഞ്ഞ നാല് ലക്ഷണങ്ങൾ, യുഅ്മിനൂന ബിൽ ഗൈബി വയഖീമൂന സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന മിൻ ഖബ്ലിക എന്നുള്ളതൊക്കെ എല്ലാവർക്കും ബാധകമാണ്. വബിൽ ആഖിറതിഹും യുഖിനൂൻ എന്നുള്ളതൊക്കെ എല്ലാ ആളുകൾക്കും ബാധകമാണ്. അതുകൊണ്ടാണ് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ, പ്രവാചകനും വിശ്വാസികളും അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ട എല്ലാ വേദഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നു, എല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കും. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലി, ഒരു ദൂതന്മാരുടെയും ഇടക്ക് നമ്മൾ ഒരു വ്യത്യാസവും കാണുന്നില്ല. ദൂതന്മാർ എന്ന നിലക്ക് അവരെല്ലാവരും പ്രവാചകന്മാരാണ്. എന്നാൽ പ്രവാചകന്മാർക്കിടയിൽ ചിലർക്ക് ചിലരേക്കാൾ അള്ളാഹു ചില മഹത്വം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, നബിമാര്, റസൂലുകള്, ഉലുൽ അസ്മീങ്ങളായ പ്രവാചകന്മാര്, ഖലീലുള്ള, ഇങ്ങനെ അത് കാറ്റഗറിയാണ്. അത് നമ്മൾ ഉണ്ടാക്കിയതല്ല, അള്ളാഹ് ഉണ്ടാക്കിയതാണ്. നബിമാര് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ശരീഅത്ത് ഉണ്ടാവില്ല. മുൻ പ്രവാചകന്മാരുടെ മാർഗത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. റസൂല് പ്രത്യേക ശരീഅത്ത് ഉണ്ടാവും. അവലു റസൂൽ എന്ന് പറയുന്നത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഉലുൽ അസ്മീങ്ങൾ 5 പ്രവാചകന്മാരാണ്. മുഹമ്മദുൻ, ഇബ്രാഹിം, മൂസ കലീമുഹു, ഈസാ ഫനൂഹുൻ ഹും ഉലുൽ അസ്മി ഫഅലമി. 5 പ്രവാചകന്മാരാണ്. ഖലീലുള്ള എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ഖലീൽ എന്ന പേരിനും സ്ഥാനത്തിനും അർഹരായത് രണ്ട് പ്രവാചകന്മാരാണ്. അതൊന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയാണെങ്കിൽ രണ്ടാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോ മുൻ വേദഗ്രന്ഥത്തിലുള്ള വിശ്വാസം ഒന്ന് മൊത്തത്തിൽ മതി. എന്നാൽ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൽ ഖുർആനിൽ 114 ആയത്തുണ്ട് എന്നും ആദ്യത്തെ 114 സൂറത്ത് ഉണ്ട് എന്നും ഒന്നാമത്തെ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഫാത്തിഹയാണെന്നും അവസാനത്തെ സൂറത്തിന്റെ പേരിൽ പിന്നെ സൂറത്തു നാസ് ആണെന്നും പിന്നെ മക്കി മദനി എന്നീ 2 വിഭാഗം സൂറത്തുകൾ ഉണ്ടെന്നും
പറഞ്ഞുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ഖുർആനിലുള്ള വിശ്വാസം പൂർത്തിയാവൂല. പിന്നെ എങ്ങനെ പൂർത്തിയാവുക? അത് സൂറത്തു നൂറിൽ അല്ലാഹ് പറഞ്ഞു, വല്ലദീന ആമനൂ ബിഹി, പ്രവാചകരിൽ വിശ്വസിക്കണം, വഅസ്സറൂഹു, അദ്ദേഹത്തെ ശക്തിപ്പെടുത്തണം, വനസറൂഹു, അദ്ദേഹത്തെ സഹായിക്കണം, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, അദ്ദേഹത്തിന് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തെ പിൻപറ്റണം, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. അതിനെന്ത് വേണം? വിശദമായ വിശ്വാസം ആ വിഷയത്തിൽ ആവശ്യമാണ്. ഖുർആനുള്ള കടപ്പാട് 7 കടപ്പാടുകളുണ്ട്. ആ 7 കടപ്പാട് തീർത്താൽ, നമ്മൾ നേരത്തെ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചപ്പോ അത് സംക്ഷിപ്തമായെങ്കിലും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ 7 കടപ്പാടുകൾ ഖുർആനോട് ചെയ്യുമ്പോഴേ ഖുർആനിലുള്ള വിശ്വാസം പൂർത്തിയാവും. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇസ്തിമാഴ്. കേൾക്കാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം. അള്ളാന്റെ കലാം, പടച്ചോന്റെ കലാമാണ്. ഗവൺമെന്റിൽ നിന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗം ഒക്കെ നമ്മൾക്കൊരു അറിയിപ്പ് നൽകുമ്പോൾ എത്ര ശ്രദ്ധയോടെ നമ്മൾ കേൾക്കും. ഇപ്പൊ നമ്മൾ ഫോൺ ചെയ്താൽ ആദ്യം കേൾക്കുന്ന അനൗൺസ്മെന്റ് എന്താ? ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്നോ അജ്ഞാത നമ്പറിൽ നിന്നോ എന്തെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അതിന് മറുപടി കൊടുക്കരുത്, കാരണം നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടും. എല്ലാവരും ശ്രദ്ധിക്കും. എന്നാൽ അള്ളാന്റെ കലാമാണ് എന്ന നിലക്ക് ഇസ്തിമാഴ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും കേൾക്കുക എന്നതാണ്. ഇന്ന ഫീ ദാലിക ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖ സമഅ വഹുവ ഷഹീദ്. ഖുർആൻ കേൾക്കേണ്ടത് എങ്ങനെയെന്ന് സൂറത്തുൽ ഖാഫിൽ അള്ളാഹു വിശദീകരിക്കുന്ന അങ്ങനെയാണ്. ഇത് അള്ളാഹ് വിശദീകരിച്ച് നിർത്തുകയല്ല, മാത്രമല്ല ചെയ്തത്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ച് ഖുർആൻ എങ്ങനെ പഠിക്കേണ്ടതെന്ന് അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിന്ന് സ്വഹാബികൾക്ക് അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. ലോകത്തുള്ള എല്ലാ ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിലും കാണുന്ന ഒരു ഹദീസാണ് ഹദീസു ജിബ്രീൽ എന്നാണ് ഈ ഹദീസിന്റെ പേര്. സാധാരണ ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വചനവും പ്രവാചകന്റെ പ്രവർത്തനവും പ്രവാചകന്റെ മൗനാനുവാദവും അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിച്ചതൊക്കെ സുന്നത്ത് ഹദീസ് എന്ന് പറയാം. ഈ ഹദീസിന്റെ പേര് തന്നെ ഹദീസു ജിബ്രീൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ഹദീസിലെ മുഖ്യ കഥാപാത്രം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അദ്ദേഹം പള്ളിയിൽ വന്ന്, ഞാനത് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും പള്ളിയിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ സദസ്സിൽ അദ്ദേഹം കയറി വരുന്നു. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നു. പ്രവാചകന്റെ മുട്ടുകാലിനോട് ചേർത്ത് തന്റെ മുട്ടുകാൽ ചേർത്ത് അവിടെ ഇരിക്കുന്നു. അത്തഹിയാത്തിൽ തുടമൽ കൈ വെക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ തുടമൽ അദ്ദേഹത്തിന്റെ കൈവെക്കുന്നു. എന്നിട്ട് റസൂൽ തന്റെ മുഖത്തേക്ക് നോക്കുന്നു, ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, പ്രവാചകൻ മറുപടി പറയുന്നു, അദ്ദേഹം പിരിഞ്ഞു പോകുന്നു. ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ പറഞ്ഞു. അദ്ദേഹം പോയി അല്പം കഴിഞ്ഞപ്പോ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ചോദിച്ചു, അതദ്രി മൻ ഇസ്രാഈൽ, അല്ല ഉമറെ, ഈ ചോദ്യം ചോദിച്ചു പോയ ആളാരാ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അവര് പറയാം, ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല, ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുക, ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ, അതും പള്ളിക്കുളത്ത് നിന്ന് കുളിച്ചു വരുന്ന മാതിരി, യാത്രയുടെ യാതൊരു അടയാളവും ഇല്ല, എന്നാൽ അദ്ദേഹത്തെ ആർക്കോട്ട് പരിചയമില്ല, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞാൽ ദീൻ എങ്ങനെ പഠിക്കണമെന്നും നമ്മളെ പഠിപ്പിക്കാൻ. ഇസ്തിമാൾ അങ്ങനെ കേട്ടാനുള്ള ഗുണം എന്താ അറിയോ? സാദത്തുഹും ഈമാന, അവരുടെ ഈമാനാണ് വർദ്ധിക്കുക. നമ്മൾ സാധാരണ സൂറത്തു അൻഫാലിൽ പറയുന്നത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ ഹൃദയം വർക്കുക, അള്ളാന്റെ ആയത്തോതി കേൾപ്പിച്ചാൽ ഈമാൻ വർദ്ധിക്കുക. ഇവർക്ക് മാത്രമേ മുഅ്മിൻ എന്ന് പറയാൻ പറ്റൂ. ഇന്നമ എന്നുള്ള വാക്കുപയോഗിച്ചിട്ടാ പറഞ്ഞത്. അപ്പൊ ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ? നമുക്ക് ഇല്ല. എന്താ കാരണം? നമ്മൾ അത് ഹൃദയം കൊണ്ടല്ല കേൾക്കുന്നത്. അതുകൊണ്ട് ഹൃദയം കൊണ്ട് കേൾക്കണം. അപ്പൊ കേട്ടത് എന്താണ്? അതാ കേട്ട മാത്രയിൽ തന്നെ പ്രവർത്തിക്കാനാണോ റബ്ബ് പറഞ്ഞത്? അത് അടുത്ത നിമിഷത്തേക്ക് മാറ്റി വെക്കൂല. അതാണ് ഈമാൻ വർദ്ധിക്കുക എന്നത്. ഒരായത്ത് കേട്ടിട്ട് ഈമാൻ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആ ആയത്തിൽ പറഞ്ഞ കാര്യത്തോട് ഉടനെ പ്രതികരിക്കേണ്ടതാണോ? അപ്പൊ പ്രതികരിച്ചിരിക്കും. ഇഷ നമസ്കരിക്കാൻ പള്ളിയിൽ വന്നു, മഗ്‌രിബ് നമസ്കരിക്കാൻ. ഇഷ അള്ളാന്റെ റസൂല് പറഞ്ഞ സംഗതിയാണ് കേട്ടോ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. വന്തിദാറു സ്വലാത്തി ബഅദ സ്വലാ,
ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം പ്രതീക്ഷിച്ച് പള്ളിയിൽ നിൽക്കുക എന്നൊരു സൈക്കോളജി എന്താ അറിയോ? എനിക്ക് റബ്ബിനോട് സംസാരിച്ച് മതിയായില്ല, എനിക്ക് ഓന്റെ അടുത്ത് ഇരുന്നിട്ട് മതിയായില്ല, എനിക്ക് അവന്റെ സഹവാസം കിട്ടി മതിയായില്ല, അതുകൊണ്ട് ഒന്നും കൂടെ സംസാരിച്ചിട്ട് പോവാം, ബാങ്ക് ഇപ്പൊ കൊടുക്കുമല്ലോ. ആ ഒരു സ്നേഹം, ആ സ്നേഹവും താല്പര്യവുമാണ് ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരം പ്രതീക്ഷിക്കാൻ ഏതൊരു വിശ്വാസിയെയും പ്രേരിപ്പിക്കുന്ന വസ്തുത. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ മഗ്‌രിബ് നിസ്കരിക്കാൻ വന്ന കുറച്ച് സ്ത്രീകൾ എന്നാ ഇനി ഇശാ കഴിഞ്ഞിട്ട് പോവാം, അവിടെ ഇരുന്ന് ദിക്റും ദുആയും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇശാ ബാങ്ക് കൊടുത്തു. ഇശാ ബാങ്ക് കൊടുത്താൽ പിന്നെ ഇഖാമത്ത് കൊടുക്കാൻ ലേശ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാ കുറച്ച് പിന്തിപ്പിച്ചാണ് നമസ്കരിക്കാറുള്ളത്. അപ്പോ അപ്പുറം ആയത്തിറങ്ങി. ആയത്ത് എപ്പോഴാ ഇറങ്ങാന്ന് പറയാൻ പറ്റൂലല്ലോ. ഫൽ യദ്രിബിന ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, നിങ്ങൾ നിങ്ങളുടെ മുഖമക്കന മാറിടത്തിലേക്ക് താഴ്ത്തി മാറ് മറക്കണം. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ആയത്താണ്. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാനുള്ളത്, ക്ലാസിന്റെ ഇടയിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ ദയവ് ചെയ്ത് കടലാസിൽ എഴുതി വെക്കുക. അവസാനം ഇൻഷാ അല്ലാഹ് 5-10 മിനിറ്റ് നമുക്ക് സംശയം തീർക്കാനുണ്ടാവും. ഇടക്കാരും ചോദിക്കരുത്, ഇത് മറ്റുള്ള ആൾക്കൊക്കെ കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഞാൻ ആദ്യമേ അറിയിക്കാം. അപ്പോ ഇത് കേട്ട മഗ്‌രിബ് നിസ്കരിക്കാൻ വരുമ്പോ മാറ് മറച്ചില്ല, കാരണം അപ്പോൾ മാറ് മറക്കണം എന്ന നിയമമില്ല. ഈ നിയമം ഉണ്ടായത് ഇശാ ബാങ്ക് കൊടുത്തതിന്റെ ഇഖാമത്ത് ഇടുന്നതിന്റെ മുമ്പാണ്. ഇത് കേട്ട സ്ത്രീകൾ കേട്ടത് ഹൃദയം കൊണ്ടാ. അതിന്റെ തെളിവെന്താ? ഉടനെ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈത്തപ്പന നാരും കള്ളിമുള്ളും എടുത്ത് സൂചിനൂലും ഉണ്ടാക്കി ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നിട്ട് മാറാണ്ട് മറച്ചു. ആയത്തിറങ്ങുന്നു, അടുത്ത നിമിഷം പ്രവർത്തിക്കുന്നു. അതാണ് സാദത്തുഹും ഈമാന. മദീന അങ്ങാടി, നമുക്കറിയാം ഒരു നാട്ടിൽ ഏറ്റവും വൃത്തികെട്ട സ്ഥലം ഏതാ? അങ്ങാടിയാണ്. എല്ലാ തോന്നിയാസം ഉണ്ടാലും അവിടെ അങ്ങാടിയിലാണ്. എല്ലാ കളവും ചതിവും വഞ്ചനയും മായഞ്ചേർക്കലും കൊള്ളലാവും പൂഴ്ത്തിവെപ്പും ഒക്കെ ഉണ്ടായാലും അവിടെ അങ്ങാടിയിലാണ്. ആ അങ്ങാടി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശുദ്ധീകരിച്ചത് ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടല്ല, ഒരു പോലീസും തടങ്കൽ പാളയങ്ങളും കോടതി ഉണ്ടാക്കിയിട്ടല്ല, പിന്നെ 6 ആയത്ത്. മദീനത്ത് അങ്ങാടിന്ന് 6 ആയത്താണ്ട് ഓതി, അങ്ങാടിയാണ്ട് ശുദ്ധായി. ഏതാണ് ആയത്ത്? വൈലുല്ലിൽ മുത്തഫ്ഫിഫീൻ, കാണിക്കുന്നവർക്ക് നാശം. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ, ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അളന്നെടുക്കുമ്പോ പൂർത്തിയായിട്ട് എടുക്കും. വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ, അങ്ങോട്ട് അളന്നോ തൂക്കിയോ കൊടുക്കുമ്പോ അതിൽ കുറവ് വരുത്തുന്ന കച്ചവടക്കാർക്കാണ് നാശം. എന്നിട്ട് എന്താ പറഞ്ഞത്? അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അള്ളാന്റെ മുമ്പിൽ ഉടുതുണിയില്ലാതെ നഗ്നപാതനായി ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ പുരുഷന്മാരാണെങ്കിൽ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കാൻ നിൽക്കണം എന്ന കാര്യം ഇവർ ചിന്തിക്കുന്നില്ലേ എന്നൊരൊറ്റ ചോദ്യമാണ്. ആ ചോദ്യത്തിൽ മദീന അങ്ങാടി ക്ലിയറായി. അറേബ്യയിലെ 2 പ്രമുഖ ഗോത്രങ്ങൾ ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയുമായിരുന്നു, കുഴിച്ചുമൂടിക്കളയുമായിരുന്നു. 2 ഗോത്രങ്ങളെ ചെയ്തിട്ടില്ല, എല്ലാ അറബികളും ചെയ്തിട്ടില്ല. അള്ളാഹു ഇടപെട്ടു. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. എല്ലാവർക്കും അറിയാം, ജബലു ഉമർ എന്നൊരു മല മക്കയിലുണ്ട്. മക്കയിൽ പോണ ആളുകൾ ആരോടെങ്കിലും ചോദിച്ചിട്ടൊന്നും പോയി കാണുന്നത് നല്ലതാ. ഒന്നുമില്ല, ഒരു മല. അത് അന്നത്തെ കോലത്തിൽ ഇപ്പോഴും സൗദി അറേബ്യ അവിടെ സംരക്ഷിക്കുക. എന്തിനറിയോ? ആ മലയോര ആ മലന്റെ കീഴ്ഭാഗത്താണ് ഈ 2 പ്രബല ഗോത്രങ്ങൾ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയത്. ഖുർആൻ ഒറ്റ ആയത്, വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ഈ പെൺകുട്ടികളോട് അല്ലാഹു ചോദിക്കും, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ കുഴിച്ചു മൂടപ്പെട്ടത്? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല, നീ ഞങ്ങളെ പെൺകുട്ടിയായി ജനിപ്പിച്ചു, അതിന്റെ പേരിലാണ് രക്ഷിതാക്കൾ ഇവരെ കുഴിച്ചു മൂടിയതെങ്കിൽ അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന താക്കീത് പറയാതെ പറഞ്ഞതാ. ആ 2 ഗോത്ര പരിപാടിയാണ് നിർത്തി. ഇതാണ് ഹൃദയം കൊണ്ട് കേൾക്കുക എന്ന് പറഞ്ഞത്. അത് അവരുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണോ? ഉണ്ടാവും. അതാണ് ഖുർആനോടുള്ള ഒന്നാമത്തെ കടപ്പാട്. രണ്ടാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഖിറാഅത്ത് ഓതണം. ഒരു പേജ് ഖുർആൻ ഓതിയാൽ
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് ഓതിക്കൊടുത്തത് പോലെയാണ് എന്ന് ഉറപ്പ് വരുത്തണം. എങ്കിൽ അത് വലിയ നഷ്ടം വരാത്തൊരു കച്ചവടമാണ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വ അഖാമുസ്സലാഹ് വ അൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വ അലാനിയ്യ യർജൂന തിജാറത്തൻ ലൻ തബൂർ. സൂറത്തുൽ ഫാത്തിറിൽ മറിച്ച് വെക്കുക. തീർച്ചയായും അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്ന, അതിന്റെ എല്ലാ അർത്ഥത്തിലും നിലനിർത്തുന്നവർ, രഹസ്യമായും പരസ്യമായും ധനവിനിയോഗം ചെയ്യുന്നവർ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും നുരുമ്പി പോകാത്ത കച്ചവടമാണ്. അപ്പൊ എന്ത് വേണം? പാരായണം ചെയ്യണം. വളരെ പ്രോത്സാഹനം നൽകിയ സംഗതിയാണ്. ബിഇർ മഊന എന്ന് പറഞ്ഞൊരു സംഭവം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഏതോ നാട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ വന്ന് വിശ്വാസികളായി അഭിനയിച്ചു വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ കുറെ വിശ്വാസികളുണ്ട്, അവർക്കൊക്കെ ഖുർആൻ പഠിപ്പിക്കാൻ നിങ്ങൾ ഖുർആൻ പഠിച്ച ആളുകൾ വിട്ടു തരണം. 70 സ്വഹാബികളെ ഹാഫിളിങ്ങളായ അള്ളാഹുവിന്റെ റസൂൽ വളരെ സന്തോഷത്തോടെ, ഒരു നാട് മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കുകയാണല്ലോ, 70 സ്വഹാബികൾ ഖുർആൻ കാണാതെ പഠിച്ച 70 സ്വഹാബികൾ വിട്ടുകൊടുത്തു. ഇവർ അവിശ്വാസികളും കപടവിശ്വാസികളുമായി വഴിയിൽ വെച്ച് ഈ 70 സ്വഹാബികളെയും ഇവർ കൊന്നുകളഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ ഇത്ര വേദന ഉണ്ടാക്കിയ മറ്റ് സംഭവങ്ങൾ വളരെ കുറവാണ്. ഒരു മാസക്കാലം ഈ ഗോത്രത്തിനെതിരെ 5 നേരത്തെ നമസ്കാരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അതാണ് പ്രവാചകൻ നടത്തിയ ഖുനൂത്ത് എന്ന് പറഞ്ഞത്. അത് ഖുർആൻ മനപ്പാടാക്കിയ ആ മനുഷ്യരെ ഇങ്ങനെ ചെയ്തതിലുള്ള വേദനയിൽ, ഖുർആൻ മനപ്പാടാക്കിയ ഒരു കുട്ടി മാതാപിതാക്കൾക്ക് ഉണ്ടെങ്കിൽ അവരെ അള്ളാഹു കിരീടം വെച്ചാണ് സ്വീകരിക്കുക. അതുകൊണ്ട് ഖുർആൻ മനപ്പാടാക്കണം, അർത്ഥം പഠിക്കണം. മൂന്നാമത്തെ അതാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബഹുഭൂരിഭാഗം ആളുകളും ഓതി പാരായണം ചെയ്താൽ അതിനുള്ള എല്ലാ കടപ്പാടും തീരും എന്ന വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. സഹോദരന്മാരെ, ഖബറിൽ വെച്ചാൽ ചോദ്യമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഒന്നാമത്തെ ചോദ്യം എന്താ? മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? ഒന്നുകിൽ അള്ളാഹു റബ്ബി, അല്ലെ റബ്ബി അള്ളാഹ്. ഇങ്ങനെ മറുപടി പറയണമെങ്കിൽ അങ്ങനെ പറഞ്ഞു നിൽക്കുക, ആ ചോദ്യം അവസാനിക്കൂല. അതുമായി ബന്ധപ്പെട്ടൊരു ഉപചോദ്യമുണ്ട്. എന്താ ഉപചോദ്യം? നിനക്ക് നിന്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് എവിടുന്നാ കിട്ടിയത്? നമുക്ക് എവിടുന്ന കിട്ടിയത്? എവിടുന്നാ കിട്ടേണ്ടത്? ഞാൻ ഖറഅത്തുൽ ഖുർആൻ, ഞാൻ ഖുർആൻ വായിച്ചു പഠിച്ചു, അയിന്ന് കിട്ടിയതാ. പറയണമെങ്കിൽ ഖുർആനിൽ നിന്ന് അള്ളാനെ പഠിക്കണം. ഖുർആനിൽ നിന്ന് അള്ളാനെ പഠിക്കണേ, ഖുർആൻ പഠിക്കണം. പഠിക്കാത്തവർക്ക് ഖുർആൻ കിട്ടിയെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഖബറിലെ ചോദ്യം പൂർത്തിയാവോ? ഇല്ല. അപ്പൊ ഖബറിൽ നമ്മൾ ശിക്ഷിക്കപ്പെടൂലേ? ആലോചിക്കും. എന്റെ സംസാരം കേൾക്കുന്ന മുഴുവൻ ആളുകൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആന്റെ അർത്ഥം പഠിക്കാത്ത ഒരാൾക്ക് ഖബറിലെ ചോദ്യത്തിന് പൂർണ്ണമായി മറുപടി പറയാനോ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനോ സാധിക്കൂല. നമ്മൾ നെഞ്ചത്ത് കൈവച്ച് മനസ്സിലാക്കണം. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ. സൂറത്തുൽ ഫുർഖാൻ. നാളെ പരലോകത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കെതിരിൽ കൊടുക്കുന്ന കേസാണ് സഹോദരന്മാരെ. നമ്മളെ റസൂലുള്ള നമ്മളെ സ്നേഹിച്ചതുപോലെ ലോകത്തൊരു പ്രവാചകനും തന്റെ അനുയായികളെ സ്നേഹിച്ചിട്ടില്ല. നമുക്കെല്ലാവർക്കും ധാരാളം ഉദാഹരണം അറിയാം. സൂറത്തു തൗബയിൽ അള്ളാഹു അത് കൃത്യമായി പറഞ്ഞു. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീഫുർ റഹീം. നിങ്ങൾക്ക് വിഷമുണ്ടാക്കുന്ന ഒരു സംഗതി അദ്ദേഹത്തിന് ഭയങ്കര പ്രയാസം. അങ്ങനെ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യവാനായ ഒരു പ്രവാചകനാകുന്നു ഇത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ബാങ്കിന് ശേഷം ആ ബാങ്ക് കേട്ട് മറുപടി പറഞ്ഞ് സ്വലാത്തു ചൊല്ലി അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ എന്ന പ്രാർത്ഥന പറഞ്ഞാൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി, ഓൽക്കിന്റെ ശുപാർശ ഞാൻ കൊടുക്കുട്ടോ എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം രാവിലെയും വൈകിട്ടും ഏറ്റവും ചുരുങ്ങിയത് 10 സ്വലാത്തെങ്കിലും നിങ്ങൾ ചൊല്ലണം, അവർക്ക് എന്റെ ശുപാർശ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ കോടതിയിൽ നമുക്കെതിരിൽ കേസ് കൊടുക്കും.
എന്താ കേസ്? യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. 23 കൊല്ലക്കാലം, അതിൽ 13 കൊല്ലം കലവറയില്ലാത്ത വിധം പ്രയാസപ്പെട്ട് വിശദീകരിക്കാൻ സാധിക്കാത്ത ത്യാഗം സഹിച്ച് എത്രയോ മനുഷ്യർ സ്വന്തം ജീവിതം സമർപ്പിച്ച് സുമയ്യ റളിയല്ലാഹു അൻഹ ഖുർആനിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹു ഉഹുദിന്റെ റാങ്കണത്തിൽ വെണ്ടക്ക മുറിക്കുന്നത് പോലെ മുറിക്കപ്പെട്ട വ്യക്തിയാണ്. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ തലയോട്ടിൽ കള്ളൊഴിച്ചു കുടിക്കുന്നതാണ് പ്രഖ്യാപിച്ചത്. ഇങ്ങനെ ബിലാൽ റളിയല്ലാഹുവിനെ പോലെയുള്ള, ഖബ്ബാബ് റളിയല്ലാഹുവിനെ പോലെയുള്ള എത്രയോ സ്വഹാബികൾ വളരെയധികം ദുരിതവും പ്രയാസവും ഹിജ്റയിൽ യുദ്ധം 57 യുദ്ധങ്ങൾ ഉണ്ടായി. അതിൽ 27ഓളം യുദ്ധങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്തു. എന്തിനായിരുന്നു? ഖുർആനെ സംരക്ഷിക്കാനായി, ഖുർആൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനായി. അങ്ങനെ എത്തിച്ചു കൊടുത്ത ഈ ഖുർആനെ ഇവർ അവഗണിച്ച് തള്ളിക്കളഞ്ഞു റബ്ബേ എന്ന് മുസ്ലിം ഉമ്മത്തിനെതിരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേസ് കൊടുക്കുന്ന രംഗം സൂറത്തുൽ ഫുർഖാനിലുണ്ട്. എന്താ? ഖുർആന മഹ്ജൂറ, ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഇവർ, ഈ സമൂഹം എന്റെ ഖുർആനെ തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോ എന്താണ് മഹ്ജൂർ? തള്ളിക്കളയാന്ന് പറഞ്ഞാൽ ശാഫിഈ മദ്ഹബിലെ സുപ്രസിദ്ധനായ ഖുർആൻ വ്യാഖ്യാതാവ് ഇബ്നു കസീർ റഹിമഹുല്ല ഖുർആനെ തള്ളിക്കളയുക എന്നതിന് 6 അർത്ഥം കൊടുത്തു. അതിൽ 3-ാമത്തെ അർത്ഥം എന്താ അറിയോ? തർക്കു തഅലീമഹു വ തദ്ബീറഹു. തർക്കു തഅലീമഹു വ തദ്ബീറഹു. ഖുർആൻ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്നത് ഒരാൾ ഒഴിവാക്കിയാൽ അയാൾ ഖുർആൻ പാരായണം, ഹിഫ്ള് ശ്രദ്ധിച്ച് കേൾക്കുക പോരാ, അർത്ഥം പഠിക്കുകയും വേണം. പിന്നെ അതനുസരിച്ച് ജീവിക്കണം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് 10 ആയത്ത് പഠിപ്പിച്ചു തരും. ഞങ്ങൾ ആ 10 ആയത്ത് നല്ലോണം പഠിക്കും, എന്നിട്ട് ആ 10 ആയത്ത് അനുസരിച്ച് ജീവിക്കും, എന്നിട്ട് അടുത്ത 10 ആയത്ത് പഠിക്കും. അപ്പൊ പഠിക്കുന്നതനുസരിച്ച് ജീവിതത്തിൽ പകർക്കുകയും വേണം. പിന്നെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. എന്താണ് ഇതിന്റെ കൂലി? മൻ ദല്ല അലാ ഖൈരി, ഒരാൾ മറ്റൊരാൾക്ക് ഒരു നന്മ പഠിപ്പിച്ചു കൊടുത്താൽ ഫലഹു അജ്റു കഫാഇലിഹി, അത് ചെയ്യുന്നവന്റെ അതേ പ്രതിഫലം എത്തിച്ചു കൊടുത്തവനുണ്ട്. ഒന്ന്, അള്ളാന്റെ മലക്കുകൾ ദുആ ചെയ്യും. ആർക്ക്? അലാ മുഅല്ലിമിന്നാസ അൽ ഖൈർ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് മലക്കുകൾ പ്രാർത്ഥിക്കും. ഖൈബർ യുദ്ധത്തിന് പോകുമ്പോ പതാക കൊടുത്തിട്ട് അലി അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അലി ലി അൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫിഹാ. ആയുസിന്റെ ഇടക്ക് നീ കാരണം ഒരു മനുഷ്യൻ നന്നായാ മതി, ദുനിയാവിലുള്ള സകല വസ്തുക്കളും നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹാബികൾ ഈ പ്രതിഫലം കേട്ടിട്ട് അവർ സ്വീകരിച്ച പ്രവർത്തനം എന്താ അറിയോ? ഒരു ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും ക്ലാസ് എടുക്കുന്ന ആളെ നേരെ തിരിഞ്ഞായിരിക്കുക. വെള്ളിയാഴ്ച ഖുതുബ പറയുമ്പോൾ എല്ലാവരും ഖതീബിന് നേരെ തിരിഞ്ഞായിരിക്കുക. എന്നാൽ പ്രവാചകൻ ക്ലാസ് എടുക്കുമ്പോൾ ചില ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും. എന്തിനാ അറിയോ? അന്ന് വരാത്ത ആളുകൾ ആരൊക്കെ നോക്കുക. എന്നിട്ട് ഈ ക്ലാസ് കഴിഞ്ഞ് നേരെ വരാത്തവന്റെ വീട്ടിൽ കൂടുകയാണ്. അവിടുന്ന് കിട്ടിയ ഇൽമ് അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതെന്തിനാ? അതനുസരിച്ച് അയാൾ പ്രവർത്തിച്ചാൽ കൂലി ഈ എത്തിച്ചു കൊടുത്ത ആൾക്ക് കിട്ടി. സൂറത്തുൽ യാസീൻ അല്ലാഹു ഇത് വിശദമായി പറഞ്ഞു, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നാം ആണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു, നാം രേഖപ്പെടുത്തുന്നു, മാ ഖദ്ദമു, എന്നല്ല പറഞ്ഞല്ലോ, ഖദ്ദമ, പരലോകത്തേക്ക് അവൻ സമ്പാദിച്ചു വെച്ചതെല്ലാം അവന്റെ നേരെ അവനുള്ളതായി നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ചെയ്യുമ്പോ രേഖപ്പെടുത്തും. ആസാറഹും, അവന്റെ പ്രവർത്തന ഫലമായി ഇവിടെ നിലനിൽക്കുന്ന നല്ലതും ചീത്തയുമായ മുഴുവൻ അനന്തരഫലങ്ങളും അവന് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുന്നു. ഒരു പ്രാർത്ഥന, ഒരു നല്ല കാര്യം ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അതിന്റെ പ്രതിഫലം മരിക്കുന്നത് വരേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ഇത് ഖുർആനെ സംരക്ഷിക്കണം. ഖുർആനെ സംരക്ഷിക്കുക. അത് രക്തം വേണോ രക്തം കൊടുക്കണം, ജീവൻ വേണോ ജീവൻ കൊടുക്കണം, പണം വേണോ പണം കൊടുക്കണം,
സമയം വേണോ സമയം കൊടുക്കണം, അധ്വാനം വേണോ അധ്വാനം കൊടുക്കണം. എന്ത് കൊടുത്തിട്ടാണ് ഖുർആനെ സംരക്ഷിക്കേണ്ടത്? ഏത് നിലക്കുള്ള സംരക്ഷണമാണോ ഖുർആന് വേണ്ടത് അത് നമ്മൾ ചെയ്യണം. അതാണ് ഖുർആനുള്ള 7 കടപ്പാടുകൾ. ഈ ഖുർആൻ നമ്മെ സംരക്ഷിക്കും. എപ്പോ? മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാനുള്ള തൗഫീഖ് കിട്ടും. ഒന്ന്, തഹാറത്തുൽ ഖൽബ്, ഹൃദയം ശുദ്ധമാകും. 2, ഈ ഖുർആൻ നമുക്ക് വേണ്ടി ശുപാർശ പറയും. 3, ഖുർആൻ നമുക്ക് തണലേകും. 4, നമുക്കറിയാം ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. ഖുർആൻ പറഞ്ഞു അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ. പ്രഭാത സമയത്തുള്ള ഖുർആനോത്ത്. അത് തഹജ്ജുദിനാവാം, തഹജ്ജുദ് കഴിഞ്ഞ് സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷമാവാം, സുബഹി നമസ്കാരം ശേഷം സൂര്യൻ ഉദിക്കുന്നത് വരെ ആവാം. ആ സമയത്ത് ഓതുന്ന ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ശുപാർശ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക, താങ്കൾക്ക് ഇറക്കിയ വേദഗ്രന്ഥത്തിൽ വിശാലമായി തന്നെ അവർ പഠിക്കും, വിശ്വസിക്കും. വഉൻസില മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ടു. വമാ ഉൻസില മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട മറ്റു വേദഗ്രന്ഥങ്ങളിലും അവർ വിശ്വസിക്കും. പിന്നെയോ വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോക വിഷയത്തെ പറ്റി പറഞ്ഞപ്പോൾ യുഅ്മിനൂൻ എന്നതാണ് മാറ്റി യൂഖിനൂൻ, ദൃഢമായി. പരലോക വിശ്വാസത്തിന്റെ ദൃഢത എവിടെയാണോ ലൂസായി പോണത് അതിന്റെ അടയാളം അവന്റെ ജീവിതത്തിൽ പാപങ്ങൾ വർദ്ധിക്കും എന്നതാണ്. പരലോക വിശ്വാസമാണ് മറ്റെല്ലാ നന്മ ചെയ്യാനും തിന്മേന്ന് വിട്ടു നിൽക്കുവാനും ഉൾപ്രേരകമായി വർദ്ധിക്കേണ്ടത്. അത്രമാത്രം ശക്തമായിരിക്കണം നമ്മുടെ മനസ്സിലെ പരലോക വിശ്വാസം. അതിനെന്ത് വേണം? നന്നായി പഠിക്കണം. ഏറ്റവും കൃത്യമായ അറിവ് അള്ളാന്റെ വഴിയാണ്. ശരിക്ക് കൃത്യമായ അറിവ്, ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ. 3 യഖീനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇൽമുൽ യഖീൻ, ദൃഢമായ അറിവ്. അത് എവിടുന്നാ കിട്ടുക? അള്ളയും റസൂലും ഒരു സംഗതി പറഞ്ഞാൽ അതിനേക്കാൾ ഉറപ്പുള്ള മറ്റൊരു ഇൽമില്ല. അതിനേക്കാൾ ഉറപ്പുള്ള വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാനേക്കാളും സത്യം പറയുന്ന ആരാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്? അള്ളൊരു കാര്യം പറഞ്ഞാൽ പകല് പോലെ സത്യമാണ്. ഇൽമുൽ യഖീൻ, ദൃഢമായ അറിവ്. അത് പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക വചനത്തിൽ നിന്ന് കിട്ടേണ്ടത്. ശാസ്ത്രത്തിന് പറഞ്ഞ പലതും മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ട്, ഖുർആന് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. കാരണം അത് അള്ളാന്റെ വാക്കുണ്ടാണതാണ്. വശംസു തജ്രി, സൂര്യൻ ചലിക്കുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ ശാസ്ത്രത്തിന്റെ നിഗമനം സൂര്യൻ അനങ്ങാതെ നിൽക്കുകയാണ്, ഭൂമിയാ ചലിക്കുന്നത്. അവർക്ക് മാറ്റേണ്ടി വന്നു. ഖുർആൻ മാറൂല, കാരണം അള്ളാഹ് പറഞ്ഞതാണ്. സൂര്യനെ സൃഷ്ടിച്ചതാരാ? അള്ളാഹുവാണ്. 1. 2, ഖുർആൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അത് കാലിക പ്രസക്തമാണ്, സാർവജനീനമാണ്, സാർവലൗകികമാണ്. എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും പ്രയോജനം നൽകുന്ന കാര്യം മാത്രമേ ഖുർആൻ പറഞ്ഞു. ഒരു സംഗതി അത് മനുഷ്യർക്ക് ദോഷകരമാണെന്ന് തെളിയിക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ഖുർആൻ വിരോധിച്ചൊരു സംഗതി അത് ജനങ്ങൾക്ക് വളരെ ആവശ്യമുള്ളതായിരുന്നു. എന്താപ്പ ഖുർആൻ നിരോധിച്ചത് മനസ്സിലായില്ല എന്ന് ഇന്ന് വരെ ഒരാൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല. കള്ള് വേണ്ടവോ? പലിശനെ പറ്റി ഇന്നത്തെ മനുഷ്യന്റെ കാഴ്ചപ്പാട് എന്താ? പലിശരഹിത ബാങ്കിനെ പറ്റിയാണ് ലോകം ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1400 കൊല്ലം മുമ്പ് അറഫയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി വിരോധിച്ച സംഗതി പലിശയായിരുന്നു. എന്താ പലിശ? കുല്ലു ഖർദിൻ ജറ അലൈഹി നഫ്ഉ ഫഹുവ റിബ. നല്ല മനസ്സിലാക്കണം കേട്ടോ. കുല്ലു ഖർദിൻ ജറ അലൈഹി നഫ്ഉ ഫഹുവ റിബ. ഒരാൾക്ക് കടം കൊടുത്തതിന്റെ പേരിൽ ആ മനുഷ്യനിൽ നിന്ന് എന്ത് പ്രതിഫലം പറ്റിയാലും അതിന്റെ പേരാണ് പലിശ. 10,000 റുപ്യ ഞാനൊക്കെ കടം കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് അത് വാങ്ങാൻ വന്നു, ഞാൻ കൊടുത്തു. അപ്പോ അയാൾക്ക് എന്നോടൊരു കടപ്പാടുണ്ടായില്ലേ, അതിന്റെ പേര് ഞാൻ പറയാം. ഏതായാലും ഞാൻ ചോദിച്ച പൈസ തന്നില്ലേ, എന്റെ മോനൊന്ന് സ്കൂൾ ഇറക്കി കൊടുക്കുമോ? എന്റെ വണ്ടിമൻ ജയിലല്ലേ പോണത്, അല്ലെങ്കിൽ ഒന്നാണ്ട് ഇറക്കി കൊടുത്താളാം എന്ന് പറഞ്ഞപ്പോ ഇറക്കി കൊടുക്കാൻ എടുക്കുമോ?
10,000 കടം കൊടുത്തതാ. അയാളെ മോനൊന്നാളെ ഇറക്കുക. ഈ കടം കൊടുത്തതിന്റെ പേരിലാണോ അത്? എങ്കിൽ അത് പലിശ. നമ്മുടെ നാട്ടിൽ അത് എന്റെ കർമ്മശാസ്ത്ര വിഷയത്തിലേക്ക് കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കണില്ല. കുല്ലു ഖർളിൻ ജറ അലൈഹി നഫ്ഉ ഫഹുവ റിബ. ഇസ്ലാം പൂർണ്ണമായി വിരോധിച്ചു. ആർക്കാണ് അഭിപ്രായക്കേട്? വിരോധിക്കണം എന്ന് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? ഇല്ല. ഇനി ഗർഭാശയത്തിൽ കുട്ടി രൂപപ്പെടുന്നതിനെ പറ്റി ശാസ്ത്രത്തിന്റെ അന്നത്തെ 1400 കൊല്ലം മുമ്പ് മെഡിക്കൽ സയൻസിൽ എന്താ പറയേണ്ടത്? എന്താ പറയുന്നത്? ഒരു പുരുഷന്റെ ശരീരത്തിൽ നിന്ന് സ്ത്രീയിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുന്ന 20 കോടി ബീജങ്ങളിൽ ഓരോ ബീജത്തിലും ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് വളരാൻ ആവശ്യമായ സ്ഥലം കൊടുക്കുക എന്നത് മാത്രമാണ് ഒരു പെണ്ണിന്റെ ധർമ്മം എന്നായിരുന്നല്ലോ ലോകത്തിന്റെ കാഴ്ചപ്പാട്. ഖുർആൻ തിരുത്തിയില്ലേ? ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ. എന്താ അംശാജിൻ? അണ്ടവും ബീജവും കൂടിക്കലർന്നതെന്നാ. അല്ലാതെ പുരുഷന്റെ ബീജത്തിലെ കുട്ടി നേരത്തെ ഉണ്ട്. അതിന് വളരാൻ ആവശ്യമായ സ്ഥലം കൊടുക്കൽ മാത്രമാണ് സ്ത്രീയുടെ ധർമ്മം എന്ന തെറ്റായ ധാരണ ഖുർആൻ തിരുത്തി. കാരണം ഖുർആൻ അള്ളാന്റെ കലാമാണ്. അത് ഇൽമുൽ യഖീൻ. അതിൽ നിന്ന് കിട്ടുന്ന അറിവ് ഇൽമുൽ യഖീൻ, ദൃഢമായ അറിവ്. ഞമ്മക്ക് ഖുർആൻ പറഞ്ഞതിൽ സംശയം മാറിയിട്ടില്ല. ഗവൺമെന്റ് പറഞ്ഞ ഉറപ്പായി. മാസ്ക് ഇട്ടത് പടച്ചോൻ പറഞ്ഞിട്ടല്ലേ ഇനിയല്ലോ? ആണോ? 4000 5000 ആളെ വിളിച്ച് നടത്തുന്ന കല്യാണം 10 ആളാക്കി ചുരുക്കിയത് പൊന്നാര സഹോദരന്മാരെ പടച്ചോൻ പറഞ്ഞിട്ടായിരുന്നോ? അങ്ങാടിയിൽ കുത്തിരിക്കരുത്, ആവശ്യമൊക്കെ ഞാൻ വീട്ടിൽ പോകണം. ആ, നമ്മൾ കേട്ടോ? ഇല്ല. കൊറോണ വന്നപ്പോഴോ അടിച്ചോടിക്കാന്ന് പറഞ്ഞു. പോലീസുകാർ അടി മേടിച്ചിട്ട് ഒറ്റൊരുത്തം പുറത്തിറങ്ങിയില്ല. പോലീസ് പറഞ്ഞാൽ വിശ്വാസമായി. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നമ്മളെ വീട്ടിൽ വന്നു, കിണറിലെ വെള്ളം പരിശോധിച്ചു. എന്നിട്ട് പറയാണ് ഈ വെള്ളം കുടിക്കരുതിട്ടൊന്ന് ഒറ്റവട്ടം പറഞ്ഞാൽ പോരെ. പിന്നെ ആ വെള്ളം നമ്മളെ മക്കളോ നമ്മളെ പരിചയക്കാർക്കോ കുടുംബക്കാർക്കോ അയൽവാസികൾക്കോ മുക്കാൻ നമ്മൾ കൊടുക്കോ സമ്മതിക്കോ? കുടിക്കരുതേ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കുടിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ ഒരു ഉത്തരവിന്റെ വില അള്ളാന്റെ ഖുർആനുണ്ടോ? ഇതാ പറഞ്ഞത്. അതാണ് ഇൽമുൽ യഖീൻ. അത് സഹാബികൾക്ക് ഉണ്ടായിരുന്നു. ഖുർആൻ അങ്ങോട്ട് കേട്ടാൽ പിന്നെ അതിനപ്പുറമല്ല. കേട്ട ഉടനെ പ്രവർത്തിച്ചാണ് ഇപ്പൊ നേരത്തെ കേട്ടത് നിങ്ങൾ. എന്താ കാരണം? ഇൽമുൽ യഖീനാണ്. 2, ഐനുൽ യഖീൻ, കണ്ണുകൊണ്ടുള്ള കൺകാഴ്ച. കണ്ടാ ഉറപ്പാവുമല്ലോ? ഉറപ്പാവും. എന്നാൽ കണ്ണുകൊണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗത്തെയും നരകത്തെയും അല്ല കാണിച്ചു. സൂറത്തു തകാസുർ മറ്റൊക്കെ അതിൽ കാണാം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന തുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലാ തറവുന്നൽ ജഹീം. നിങ്ങളുടെ ഇൽമ് യഖീൻ ആയിരുന്നെങ്കിൽ, ഇൽമുൽ യഖീൻ ആണെങ്കിൽ ദുനിയാവിൽ വെച്ച് നിങ്ങൾക്ക് നരകത്തെ കാണാം, ദുനിയാവിൽ വെച്ച് സ്വർഗത്തെ കാണാം. എങ്ങനെ? ഹജ്ജ് കഴിഞ്ഞ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിയോട് ചോദിച്ചു, ഹജ്ജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അറഫ ആയിരുന്നല്ലോ, അറഫ താങ്കൾക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? അദ്ദേഹം പറഞ്ഞ എന്താ അറിയോ? അറഫയിൽ വെച്ച് ഞാൻ അള്ളാനെ കണ്ടു എന്നാ. അള്ളാൻ ആരെ കാണു? എന്താ അതിന്റെ അർത്ഥം? എന്താ? അത്രയേറെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹു അയാളും ഒറ്റക്കായി. ഇൽമുൽ യഖീനാണ്. നിങ്ങൾക്ക് ശരിക്ക് കൺകാഴ്ചയായി നരകങ്ങൾ ഇങ്ങനെ മുമ്പിൽ കാണും. അതുകൊണ്ടാണ് സ്വഹാബികൾ തെറ്റായ സംഗതിയോട് പൂർണ്ണമായി മാറി നിന്നത്. നരകം മുമ്പിൽ കാണുകയാണ്. ഒരു നന്മ കിട്ടുന്ന വിഷയം പറഞ്ഞാൽ അതിൽ ഓടിച്ചെന്ന് ചാടി മറിഞ്ഞ് അത് സ്വന്തമാക്കാൻ പരിശ്രമിച്ച്. എന്തുകൊണ്ടാ? സ്വർഗം ഇങ്ങനെ കാണുകയാണ്. അതുകൊണ്ടാണ് ത്യാഗം ചെയ്തത്. അതുകൊണ്ടാണ് സമർപ്പണം നടത്തിയത്. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പോണ യതീമുകളോട്, ബന്ധനസ്ഥരോട്, അടിമകളോട് ആ ഗൃഹനാഥൻ അവർ മാറോട് ചേർത്ത് പറയാണ്, മക്കളെ, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല. ഈ തന്നതേ ഇവിടെ ആവശ്യമില്ലായിട്ടല്ല, നിങ്ങൾക്ക് തന്നത് എന്തിനാ അറിയോ? അള്ളാന്റെ ഒരു പൊരുത്തം മാത്രം ഉദ്ദേശിച്ചിട്ടാ. അതുകൊണ്ട് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. നാളെ അങ്ങാടിയിൽ കാണുമ്പോ നിങ്ങൾ എന്നെ കാണുമ്പോൾ നീറ്റ് നിന്നിട്ട്
മടുക്കുത്ത് കഴിച്ചിട്ട് ഇരിക്കുന്നിടത്ത് ഇന്നെ പിടിച്ചിരുത്തി ആദരിക്കരുത് ട്ടോ. അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ ആഗ്രഹിക്കാത്തതിന്റെ കാരണം? ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. മുഖം ചുളിഞ്ഞു പോകുന്ന, കണ്ണുകൾ ആ പരലോക അതിനെ കണ്ണിന്റെ മുമ്പിൽ കാണുകയാണ്. അതാണ് കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നഹാ ലതറവുന്നഹാ. നിങ്ങൾക്കത് കാണാൻ കഴിയും. ഐനുൽ യഖീനാവും. ആ ഐനുൽ യഖീനാവുമ്പം ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തും കൊടുക്കാൻ തയ്യാറാവും. ആ സ്വർഗം കിട്ടാൻ എന്തും കൊടുക്കാൻ തയ്യാറാവും. അതാണ് സ്വഹാബയുടെ ജീവിതം നമ്മൾ പഠിപ്പിക്കുന്നത്. മദീന പള്ളിയിൽ നിന്ന് ഹിജ്റ പോയി കുറച്ച് ദിവസം കഴിഞ്ഞു. മദീനത്തെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിന്റെ പുറത്തേക്കാ ദൂരെ ഒരു മുട്ടുസൂചി പോലെ ഒരു മനുഷ്യൻ, മരുഭൂമിയിൽ വളരെ ദൂരത്ത് നിന്ന് അങ്ങനെയാണ്, ഒരു മുട്ടുസൂചി പോലെ, ആരാന്ന് ഒരു മനുഷ്യനാണോ എന്ന് തന്നെ മനസ്സിലാവും. അതിന്റെ തല കണ്ട മുതൽ അയാൾ പള്ളിയിൽ എത്തുന്നത് വരെ റസൂൽ പറഞ്ഞ വാക്ക് രബിഹ ഷുഹൈബ്, രബിഹ ഷുഹൈബ്, ഷുഹൈബ് റൂമി വലിയ ലാഭമായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്ന്. അപ്പൊ ഷുഹൈബ് റൂമി എന്ന് പറഞ്ഞ റോമക്കാരനാണ്. അദ്ദേഹം അറേബ്യയിൽ വന്നു, വലിയ പൈസക്കാരനായി. പ്രവാചകന്റെ കൂടെ ഹിജ്റ പോകാൻ പറ്റിയില്ല. അദ്ദേഹം കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വരുന്നത് ആ വരുന്ന രംഗാ പറഞ്ഞത്. അപ്പൊ എന്താ റസൂൽ പറഞ്ഞത്? രബിഹ ഷുഹൈബ്, രബിഹ ഷുഹൈബ്. അപ്പൊ വലിയ ലാഭമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ വലിയ കെട്ടും മാറാപ്പും ഈത്തപ്പനയും പൈസയും പലഹാരമൊക്കെ ആയിട്ട് വരിക എന്നാണല്ലോ മനസ്സിലാക്കുക. അപ്പൊ എല്ലാവരും അദ്ദേഹത്തിന്റെ നേരെ നോക്കി. ആ മുട്ടുസൂചി ഇങ്ങനെ വളർന്ന് 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 അങ്ങനെ അടുത്തടുത്ത് വന്ന് ഒരു മനുഷ്യൻ. അപ്പൊ അയാള് ഒരു പുതപ്പിന്റെ ഒരു കഷ്ണം എടുത്തിക്കണ്. ആ ഒരു പുതപ്പിന്റെ കഷ്ണം പുതച്ചിക്കണ്. വേറെ 5 പൈസ അയാളെ കയ്യിലില്ല, വേറൊരു സാധനവും ഇല്ല. എന്നിട്ട് ഇയാളെ നോക്കിയിട്ട് അള്ളാഹ് റസൂൽ പറഞ്ഞ വാക്ക് രബിഹ ഷുഹൈബ്, രബിഹ ഷുഹൈബ്. എന്ത് ലാഭാണത്? എന്താ അദ്ദേഹത്തെ ലാഭം എന്നറിയോ? ഹിജ്റ പോകാൻ ഇറങ്ങിയപ്പോ ശത്രുക്കളായ ഖുറൈശികൾ പറഞ്ഞു, ഷുഹൈബെ, 5 പൈസ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല. എന്താ? നീ ഈ നാട്ടിൽ 5 പൈസ ഇല്ലാതെ വന്നാളാ. ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയ പൈസയാണിത്. ഈ നാട് പറ്റാതെയാണല്ലോ ഇപ്പൊ മദീനക്ക് പോണത്. ഓൾക്ക് ഇവിടുത്തെ പൈസയും പറ്റണ്ട, അവിടെ ഇട്ട് പോയാൽ മതി. കോടിക്കണക്കിന് ദിർഹം ശത്രുക്കൾക്ക് കൊടുത്തിട്ട് എന്നാ നിങ്ങൾ എന്നെ വിടുവോന്ന് വെച്ചു. ആ പോയിക്കോ. പോവാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഒട്ടകപ്പുറത്ത് കയറാൻ പറ്റില്ല, ഒട്ടകം ഇവിടുന്ന് വന്ന് വാങ്ങിയതാ, അതും ഇവിടെ വെക്ക്, നടന്ന് പോയിക്കോ. ശരി, നടന്നു പോവാം. അപ്പൊ പറഞ്ഞ് തുണിയും കുപ്പായും ഷെഡിയും ട്രൗസറും ഒക്കെ കഴിച്ചേക്ക്, ഒക്കെ ഇവിടുന്ന് ഉണ്ടാക്കിയതാ, നോക്കണങ്ങൾ. എന്നിട്ട് അവര് കൊടുത്തൊരു പുതപ്പ് 2 കഷ്ണാക്കി 450 കിലോമീറ്റർ മരുപ്പച്ചയിലെ വെള്ളവും കാട്ടിലെ പഴവും അല്ലാതെ തിന്നാതെ നടന്ന് വന്ന മനുഷ്യനെ നോക്കി രബിഹ ഷുഹൈബ് എന്ന് പറഞ്ഞ തത്വശാസ്ത്രം എന്താ സഹോദരന്മാർ? എന്താ തത്വശാസ്ത്രം? പരലോകത്തെ കൂലി അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? അതാണ് ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ. പിന്നെയോ ഹഖുൽ യഖീൻ. അത് കിട്ട് ആസ്വദിക്കുക, കിട്ടുമ്പോഴുള്ള ആസ്വാദനം, അതാണ് യഖീൻ ആവണം. ഈമാനിലൂടെ, ഇസ്ലാമിലൂടെ യഖീനിലെത്തണം. ദൃഢവിശ്വാസം എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതം എന്നത് ദൃഢവിശ്വാസമായി മാറണം. ഒരു ദിവസം ഒരു വിശ്വാസി ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും, ഞങ്ങളോടും നിങ്ങൾ എന്നോടും അല്ല, സ്വയം ഓർമ്മപ്പെടുത്തുന്ന സംഗതി എന്താണോ? വ ഇലൈഹിൻ നുശൂർ, എനിക്ക് അള്ളാഹുലേക്ക് ഒരു മടക്കമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മരണാനന്തര ജീവിതത്തെ യഖീനാക്കിയിട്ടാണ് ഓരോ ദിവസവും ഒരു വിശ്വാസി ആരംഭിക്കുന്നത്. അവസാനിപ്പിക്കുന്നതോ, അവസാനത്തെ പ്രാർത്ഥന എന്താ? റബ്ബി ഖിനി അദാബക് യൗമ തബ്അതു ഇബാദക്. റബ്ബി, എന്റെ റബ്ബേ, ഖിനി, നീ എന്നെ കാക്കണം, അദാബക്, അതിന്റെ ശിക്ഷയിൽ നിന്ന്, യൗമ തബ്അതു ഇബാദക്, നീ നിന്റെ അടിമകളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോ. അപ്പൊ ഒരു രാത്രി അവസാനിക്കുന്നതും ഒരു പകല് തുടങ്ങുന്നതും മരണാനന്തര ജീവിതത്തെ യഖീനാക്കിയിട്ടാണ്. അതാണ് യഖീനാവണം. ഇങ്ങനെ ഓർമ്മപ്പെടുത്തന്നെ. എന്നിട്ട് അതിന്റെ അവിടെ നിർത്തിയോ? ഇങ്ങനൊരു ഖബർ സിയാറത്ത് നടത്തണം എന്ന് പറഞ്ഞു. എന്തിന്? ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. പരലോക വിശ്വാസം, ഉയിർത്തെഴുന്നേൽപ്പിക്ക് നിങ്ങളെ മനസ്സിൽ യഖീനാക്കും. ഖബർ സിയാറത്ത് നടത്താൻ പറഞ്ഞ അതിനാ. നരച്ച മുടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോവാനായിന. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു പറഞ്ഞല്ലോ ഒരാളോട്, നീ എന്നും എന്നോട് മരണം ഉണ്ട് കേട്ടോ ഉമർ, യാ ഉമർ, ഉമറെ നിനക്ക് മരണം ഉണ്ട് എന്നൊന്ന് മുഖത്ത് നോക്കി പറഞ്ഞട്ടോ എന്ന് പറഞ്ഞു. അയാളൊന്നും പറയും. ഒരിക്കൽ കുളിച്ച് തലൊക്കെ തോത്തി കണ്ണാടി നോക്കുമ്പോ റളിയല്ലാഹുവിന്റെ മുഖത്ത് മീശയിൽ ഒരു രോമം നരച്ചിരിക്കുന്നു.
അയാളോട് പറഞ്ഞു, ഇനി ഈ പറയണ്ടട്ടോ, നിന്റെ മീശ എന്നെ പറയുന്നുണ്ട്, നിനക്കൊരു മരണമുണ്ട്, ഒരു മടക്കമുണ്ട്, അവസാനമുണ്ട്. ഓർമ്മപ്പെടുത്തുകയാണ്, സ്വയം ഓർമ്മപ്പെടുത്തുകയാണ്. ചുറ്റിലും നടക്കുന്ന മരണങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മരണാനന്തര ജീവിതമാണ്. ഓക്കെ. അതേപോലെ തന്നെ അള്ളാന്റെ മുമ്പിൽ നിൽക്കണമെന്നത് ഖിയാമും, അൽ ജന്നത്തു വന്നാർ, നരകവും സ്വർഗവും യഖീനാവണം സഹോദരന്മാർ. ഇമാം ഖസാലി പറഞ്ഞതുപോലെ ഒരു തുള്ളി വെള്ളം പോലെ. ഒരു തുള്ളി വെള്ളം, വെള്ളം അല്ല എന്ന് ആരെ പറയും? വെള്ളം ഉണ്ടോ ചോദിച്ചാൽ വെള്ളം ഉണ്ട്. കുടിക്കാൻ മാത്രം ഉണ്ടോ? ഇല്ല. കുളിക്കാൻ മാത്രം ഉണ്ടോ? ഇല്ല. വെള്ളം ഉണ്ടോ? വെള്ളം. ഈമാൻ ഉണ്ടോ? ഉണ്ട്. സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. അതിനുവേണ്ടി വല്ലതും ചെയ്യലുണ്ടോ? ഒന്നും ചെയ്യല്ല. നരകത്തെ പറ്റി പേടിയുണ്ടോ? ഉണ്ട്. നരകത്ത് പോണ പണി നിർത്തുവോ? നിർത്തൂല. ഇവന്റെ മനസ്സിൽ സ്വർഗവും ഉണ്ട്, നരകവും. എന്താ കാര്യം? ഇമാം ഖസാലി പറഞ്ഞു, ഒരു തുള്ളി വെള്ളം പോലെ. അല്ലെങ്കിൽ പ്രസവിച്ച കുട്ടിയുടെ കൈകാലുകൾ പോലെ. അതിന്റെ നടക്കാൻ കഴിയോ? പിടിക്കാൻ കഴിയോ? സംസാരിക്കാൻ കഴിയോ? കണ്ണൊന്നും മതി ബാപ്പനി മുഖത്തേക്ക് നോക്കുവോ? ഇല്ല. തൽക്കാലം കണ്ണുകൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും ഉപകാരമൊന്നുമില്ലല്ലോ. അതെ, അതുപോലെയാണ് ആധുനിക മുസൽമാന്റെ മനസ്സിലെ സ്വർഗം, നരകം, മരണം, മരണാനന്തര ജീവിതം. അത് നമ്മളെ ചലിപ്പിക്കണം. മരണാനന്തര ജീവിതം നമ്മളെ ചലിപ്പിക്കണം. ജുലൈബി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച ആദ്യ കല്യാണം എങ്ങനെ കല്യാണം? പെണ്ണ് കിട്ടാതെ വിരൂപനായി നടന്ന ആ മനുഷ്യന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ടാണ് ഒരു പെണ്ണ് കിട്ടുന്നത്. ഒരുപാട് വയസ്സ് അതിക്രമിച്ചു പോയി. ഏതായാലും കിട്ടി, അൽഹംദുലില്ലാ. ആ പെണ്ണിന്റെ കൂടെ ആദ്യ രാത്രി ആഘോഷിക്കുമ്പോഴാണ് ഹയ്യൽ അൽ ജിഹാദ്, ജിഹാദിന് വരണം എന്ന ആഹ്വാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് കേൾക്കുന്നത്. ഭാര്യനോട് പറയാൻ കുപ്പായം പൈസ എടുത്ത് അങ്ങാടി ഇപ്പൊ വരാന്നാണ് പോയത്. പോയിട്ട് ഒരു വാള് വാങ്ങി ഒരു മുഖംമൂടിയും വാങ്ങി. എന്തിനാ മുഖംമൂടി? റസൂല കണ്ടാൽ സമ്മതിക്കൂല. ഇന്നലെ കല്യാണം കഴിഞ്ഞതാ, യുദ്ധത്തിന് വിടൂല. അതുകൊണ്ട് റസൂല കാണരുത്. മുഖംമൂടി അണിഞ്ഞു. റസൂലിനോട് ചോദിക്കാതെ യുദ്ധത്തിൽ ഇറങ്ങി മരിച്ചു. മൃതദേഹങ്ങൾ, രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾ ഇങ്ങനെ ശേഖരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ തലയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റി വീഴുകയാണ്. മലക്കൾ കുളിപ്പിക്കുക സഹോദരന്മാരെ, ജനാപത്തുള്ളവനാണ്. വലിയ ശുദ്ധി ഉണ്ടായിരുന്നു. രക്തസാക്ഷികളെ കുളിപ്പിക്കാറില്ല. പക്ഷെ ഇദ്ദേഹത്തിന് ജനാപത്തുള്ള അള്ളാഹ് റസൂൽ അറിയോ? അറിയില്ല. അതുകൊണ്ട് മലക്കൾ കുളിപ്പിച്ച ജനാസയാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു ജനാസ. അദ്ദേഹം മുഖംമൂടി ധരിച്ചായിരുന്നത്. മുഖംമൂടി മാറ്റിയപ്പോ പ്രവാചകൻ അദ്ദേഹത്തെ കണ്ട് വിതുമ്പിപ്പോയി. പടച്ചോനെ, ഇന്നലെ കല്യാണം കഴിഞ്ഞ മനുഷ്യനാണ്. യഖീനാണ്. 20 മിനിറ്റ് ഉറക്കം മാറ്റി വെച്ച് അവനവന്റെ മഹല്ല പള്ളിയിൽ പോയി ജമാഅത്തിന് കൂടാത്ത എന്നോടും നിങ്ങളോടും ആണ് ഈ യഖീനെ പറ്റി നമ്മൾ പറയണത്. ആലോചിക്കണങ്ങൾ. അതുകൊണ്ട് ഇത് യഖീനാവണം. ഹിസാബ്, അള്ളാന്റെ മുമ്പിൽ കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും എന്ന ബോധം, അത് യഖീനാവണം. അത് നമ്മുടെ രാവിലെയും പകലിനെയും നിയന്ത്രിക്കണം സഹോദരന്മാരെ. മീസാൻ, നന്മ തിന്മ തൂക്കം. എന്തിനാ തൂക്കണത്? ഞാൻ എത്ര നമസ്കരിച്ചു എന്നറിയാൻ എണ്ണല്ലേ വേണ്ടത്? അള്ളാഹു ഇബാദത്ത് എണ്ണലാണോ തൂക്കലാണോ? തൂക്കല. എന്തിനാ? ഇബാദത്തിന് ഖനം വേണം. ഖനം വേണം. വൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. എന്തേ? റുക്കൂഴില്ലേറ്റ അല്ല, സുജൂദില്ലേറ്റ അല്ല, അത്തഹിയാത്തോതേറ്റ അല്ല. എന്തേ? നിസ്കാരത്തിന് ഖനല്ല. എന്താ ഖനം? റസൂൽ ഒറ്റ ചരിത്രം പറഞ്ഞു കൊടുത്തു. 3 ആളുകൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. 3 സ്ഥലത്ത് നിന്ന് 3 ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അവർക്ക് ഒരു രാത്രി ഒരു ഗുഹയിൽ താമസിക്കേണ്ടി വന്നു. ബാക്കി ചരിത്രം ഞാൻ പറയേണ്ടതില്ലല്ലോ. നേരം വെളുക്കുമ്പോ ഗുഹാമുഖം വന്ന് അടിഞ്ഞു കിടക്കുന്ന ഒരു കല്ല്. എങ്ങനെ അനക്കിയിട്ട് അനങ്ങണില്ല. അവർ തീരുമാനിച്ചു, അവർ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അള്ളാഹിനോട് ദ്വാരക്കുക. 3 ആളും 3 കാര്യം എടുത്തു പറഞ്ഞ് ദ്വാരന്നു. ആ കല്ല് നീങ്ങിയെന്ന ചരിത്രങ്ങൾക്ക് അറിയാലോ. ആ കല്ലിനെ നീക്കിയത് ആ ഇബാദത്തിന്റെ ഖനമാണ്. മരണം, ഖബർ, മഹ്ശറ, വിചാരണ, നന്മ തിന്മ തൂക്കല്, സിറാത്തിലൂടെയുള്ള യാത്ര, ഇതൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ അമലിന്റെ ഖനമാണ്. ചില മനുഷ്യന്മാർക്ക് പരലോകം എന്ന് പറഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയം ഉണ്ടാവും. അത്ര പെട്ടെന്ന് തീരും. ചിലര് നിന്ന് നിന്ന് ശുപാർശക്ക് പ്രവാചകന്മാരെ കയ്യും കാലും പിടിച്ച് ഇബാദത്തിന് ഖനം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ഇബാദത്ത് എന്ത് വേണം? ഖനം വേണം. അത് മീസാൻ എന്നതിലുള്ള വിശ്വാസം യഖീനായി നമ്മുടെ ഇബാദത്ത് ഏറ്റവും ഖനമുള്ളതാക്കണം. ഞാൻ അവസാനിപ്പിക്കാം. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയും? ഉള്ളത് ആത്മാർത്ഥത ഉണ്ടാവും. നമ്മൾ സഹോദരന്മാരെ പറയുന്ന പ്രാർത്ഥനയോട് പോലും ഒരാത്മാർത്ഥത നിങ്ങൾക്ക് ഉണ്ടോന്ന് ഞാൻ 2 ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക്.
രാത്രി കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ബിസ്മിക അമൂത്തു റബ്ബേ, ഞാൻ നിന്റെ നാമത്തിൽ ഇതാ മരിക്കുകയാണ്. ഇത് നമ്മളെല്ലാവരും പറയലുണ്ടല്ലോ, ഉണ്ട്. മരിക്കുകയാണ് എന്ന വാക്ക് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ചെയ്തു വെക്കേണ്ട എല്ലാം ചെയ്തു വെച്ചിട്ടല്ലേ ഇത് പറയുള്ളൂ. അതെ. ആ വല്ലതും ചെയ്യലുണ്ടോ? ഇല്ല. എന്താ കാരണം? ആ പറഞ്ഞൊരു ആത്മാർത്ഥതയില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് പറയാം. രാവിലെ എണീക്കുമ്പോൾ ഉള്ളത് എന്താ? അൽഹംദുലില്ലാഹി ലദി അഹ്യാന ബഅദ മാ അമാതന. ബാക്കി എന്താ? വ ഇലൈഹി നുശൂർ. എനിക്ക് അള്ളാഹുലേക്ക് ഒരു മടക്കമുണ്ട്. ഇന്നത്തെ ഒരു ദിവസം കൂടി പടച്ചോൻ എനിക്ക് തന്നിക്കണ്, നാളെ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും എത്ര കിട്ടിയാലും എനിക്ക് ഒരു മടക്കമുണ്ട് എങ്കിൽ നാളെ എനിക്ക് കിട്ടുമെന്ന് അറിയില്ല. എനിക്ക് അള്ളാഹിലേക്ക് ഒരു മടക്കമുണ്ട്, ഒരു ദിവസം കൂടി പടച്ചോൻ തന്നതാണ് എന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അന്ന് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യേണ്ട എന്തെങ്കിലും നമ്മൾ ചെയ്യാണ്ടിരിക്കൂല. അള്ളാഹ് വിരോധിച്ച് എന്തെങ്കിലും നമ്മൾ ചെയ്യൂല. ഇന്ന് രണ്ടും ഇല്ലേ? ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച ആള് തഹജ്ജുദുണ്ടോ? ഇല്ല. രാവിലത്തെ വൈകുന്നേരത്തെ ദിക്റുണ്ടോ? ഇല്ല. ഖുർആൻ പാരായണുണ്ടോ? ഇല്ല. ദുഹ നമസ്കാരം ഉണ്ടോ? ഇല്ല. 12 റക്അത്ത് റവാത്തിബ് ഏറ്റവും ചുരുക്കി നിസ്കരിക്കുന്നുണ്ടോ? ഇല്ല. ഓനും പറയില്ല ഈ വർത്താനം. ഏത് വർത്താനം? അൽഹംദുലില്ലാഹി ലദി അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹി നുശൂർ. എന്താ അർത്ഥമുള്ളത്? യഖീനാവാത്തോണ്ട് പ്രാർത്ഥനയും ഇബാദത്തും സൽക്കർമ്മൊക്കെ നന്നാവണം. അതുകൊണ്ട് വബിൽ ആഖിറതി ഹും യൂഖിനൂന, യഖീനായാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. 4 അടയാളങ്ങൾ ഉണ്ടാവും ഒരു മനുഷ്യന്. വേദഗ്രന്ഥത്തിലുള്ള വിശ്വാസം, അള്ളാഹുലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസമൊക്കെ യഖീനായി മാറിയാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട 4 അടയാളങ്ങൾ. ഒന്ന്, അൽ ഖൗഫു മിനൽ ജലീൽ. അലി അള്ളാഹുവിന് പറഞ്ഞതാണ്. അള്ളാനെ പറ്റി യഥാർത്ഥത്തിലുള്ള ഭയം. ഒരു ക്യാമറയെ ഭയപ്പെടുന്നത് പോലെ പടച്ചോനെ പേടിക്കുന്നുണ്ടോ നമ്മൾ? ഒരു ക്യാമറ നമ്മൾ നേരെ ഉണ്ടെങ്കിൽ എത്ര റെഡിയാവും മനുഷ്യൻ. രാവിലെ തന്നെ ഒരു സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം. എന്തിനാണ്? പാസ്പോർട്ടിന് കൊടുക്കാനാ. ശരി, നിങ്ങളൊന്ന് ഫ്രഷ് ആയിക്കാളി, ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യട്ടേതോ. ഫ്രഷ് ആകാൻ കുളിക്കലല്ല. അവിടെ ചെറിയൊരു മറച്ചെട്ടിയ സ്ഥലം ഉണ്ടാവും, അവിടെ ഒരു കണ്ണാടി ഉണ്ടാവും, അവിടെ ഒരു പൗഡർ ഇട്ടിന് ഉണ്ടാവും, ഒരു ചീർപ്പും ഉണ്ടാവും അല്ലെ, മുടിയൊക്കെ വാർന്ന്. എന്തിന്? ഫോട്ടോ എടുക്കല്ലേ. ചിലവര് പൗഡറൊക്കെ എടുത്തിട്ട് വെറുതെ കിട്ടുകയാണല്ലോ. അപ്പൊ എന്താ വിളിച്ചത്? നന്നാവുക. ഫോട്ടോ കാണുമ്പോൾ മനുഷ്യന്മാര് കാണുന്നതല്ലേ. അള്ളാഹുവോ ഒരു ക്യാമറയെ പരിഗണിക്കുന്നത് പോലെ, ഒരു ക്യാമറയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് പോലെ, ഒരു ക്യാമറയെ ശ്രദ്ധിക്കുന്നത് പോലെ, അതുണ്ട് എന്ന ബോധം നിലനിർത്തി നാം നമ്മെ ഒരുക്കുന്നത് പോലെ അള്ളാഹു നോക്കുന്നുണ്ട്, കാണുന്നുള്ള ബോധം നമ്മെ സ്വാധീനിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹിനെ പറ്റി യഥാർത്ഥ ഭയവും ബോധം. ഖുർആനിൽ ഏറ്റവും ഗൗരവമുള്ള ആയത്ത് ഏതാ? അള്ളാഹു എല്ലാം കാണുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇതാണ് നമുക്ക് പല ആയത്തും തോന്നാം ഖുർആനിൽ ഗൗരവമുള്ള. പണ്ഡിതന്മാർക്കിടങ്ങ് തർക്കമുണ്ട്, ചർച്ച ഉണ്ട്. ഏതാണ് ഖുർആനിലെ ഏറ്റവും ഗൗരവമുള്ള ആയത്ത്? സമീഅ്, ബസീർ, അലീം, ഖബീർ. സൂക്ഷ്മമായി അറിയും. ഇന്നഹു അലീമും ബി ദാത്തി സുദൂർ. അത് അള്ളാഹിനെ പറ്റി യഥാർത്ഥ ഭയം. 2, അൽ ഖനാഅതു ബിൽ ഖലീൽ, കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കും. ഉള്ളത് കൊണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അംബാസഡറാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവർക്കുള്ള അംബാസഡറാണ്. ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചില്ലേ, അദ്ദേഹം പറഞ്ഞല്ലോ, പ്രവാചകൻ, ഞാൻ പേർഷ്യന്റെ റോമിന്റെ ഒക്കെ രാജാക്കന്മാർ എത്ര സുഖത്തോടെ ജീവിക്കണ്, നിങ്ങൾക്ക് കിടക്കാൻ ഒരു കിടക്കയോ ഒരു കട്ടിലോ ഒരു പായോ ഒരു തലക്കാണിയോ ഒന്നുമില്ലല്ലോ, നിങ്ങൾക്ക് അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിച്ചുകൂടെ? അല്പം ഒരു ജീവിത വിശാലത കിട്ടാൻ. പ്രവാചകനെ സ്നേഹിക്കുന്നതുകൊണ്ട് പറഞ്ഞതാ. റസൂൽ എന്തേ മറുപടി പറഞ്ഞത്? അൻത ഫീ ശക്കിൻ യബ്ന ഖത്താബ്. ഖത്താബിന്റെ മകനെ, നീ സംശയത്തിലാണോ ഉള്ളത്? നീ നേരത്തെ പറഞ്ഞ പേർഷ്യയും റോമും ഒക്കെ ദുനിയാവ് മുൻകൂട്ടി കൊടുത്ത ആളുകളാണ്. അമാ തർള അൻ തകൂന ലഹുമു ദുനിയ വലൽ ആഖിറ. ദുനിയാവ് അവർക്ക് വിട്ടുകൊടുത്ത് പരലോകം നേടാൻ നീ ആഗ്രഹിക്കുന്നില്ലേ ഉമർ? അത് മതി. അത് ഉമർ അള്ളാഹുവിന്റെ മനസ്സിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തി. അദ്ദേഹം ജീവിതാന്ത്യം വരെ ഏറ്റവും ലളിത ജീവിതം നയിച്ചു. 20 സാമ്രാജ്യം സ്വന്തം സാമ്രാജ്യത്തോട് ചേർത്ത് വെച്ച മഹാനായ ഭരണാധികാരി രാത്രി ചപ്പാത്തി പച്ച വെള്ളത്തിൽ മുക്കിയാതെ. അള്ളാൻ റസൂല് ഇതിനേക്കാൾ നല്ലൊരു
ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് ന്യായം. ഒരൊറ്റ ഡ്രസ്സാണുള്ളത്, അള്ളാന്റെ റസൂല് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഡ്രസ്സ് ധരിച്ചിട്ടില്ല എന്നാമോ ന്യായം. ആ പഴയ വീട്ടിൽ അങ്ങനെ താമസിച്ച് അവിടുന്ന് അവർ മരിച്ചുപോയി. അള്ളാന്റെ റസൂല് ഇതിനേക്കാൾ നല്ല വീട്ടിൽ താമസിച്ചിട്ടില്ല എന്ന ഉമറുള്ളാഹുവിന്റെ ന്യായം. അൽ ഖനാഅത്തു ബിൽ ഖലീൽ. ഇന്ന് എല്ലാത്തിന്റെയും പിന്നാലെ ഓടി പലിശയും കൊള്ളലാഭവും വരുമാനമൊന്നും ശ്രദ്ധിക്കാതെ മനുഷ്യർ ധൂർത്തന്മാരായി മാറുമെങ്കിൽ അള്ളാന്റെ റസൂല് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ രണ്ടാമത്തെ ഗുണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം. മൂന്നാമത്തത് അൽ അമലു ബിത്തൻസീൽ. അള്ള ഇറക്കിയ ഖുർആൻ അനുസരിച്ച് എല്ലാ പ്രവർത്തനവും ചിട്ടപ്പെടുത്തുക. അള്ള എന്താ പറഞ്ഞത്, റസൂൽ എന്താ പറഞ്ഞത്, കാലല്ലാ കാല റസൂൽ. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ മാഗ്ന കാർട്ട. ആർക്ക്? ഈ പരലോകം യഖീനായവർക്ക്. നാട്ടുകാരെന്താ ചെയ്യുന്നത്, വീട്ടുകാരെന്താ ചെയ്യുന്നത്, കൂട്ടുകാരെന്താ പറഞ്ഞത്, പിന്നെ കുടുംബക്കാരെന്താ പറഞ്ഞത്, അല്ല അള്ള എന്താ പറഞ്ഞത്, റസൂൽ എന്താ. അങ്ങോട്ട് നമ്മൾ വരണം. ജീവിതത്തിൽ ഒരു കാര്യം സഹോദരന്മാരെ, അള്ള എന്താ പറഞ്ഞത്, റസൂൽ എന്താ പറഞ്ഞത് നമ്മൾ ചെയ്ത് നമ്മൾ അനുഭവം നമുക്കില്ല. അപ്പൊ അത് യഖീനായാൽ, പരലോക വിശ്വാസം യഖീനായാൽ ഉണ്ടാവേണ്ട മൂന്നാമത്തെ സംഗതിയാണ്. അവസാനമായി അൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. യാത്രാ ദിവസത്തിന് വേണ്ടി എന്നും ഒരുങ്ങും. കാരണം നാളല്ല നമുക്ക്. ഇന്നലെ കഴിഞ്ഞു പോയി, നാളല്ല, ഇന്നേ ഉള്ളൂ. അപ്പൊ ഇന്ന് പരമാവധി ഉപയോഗപ്പെടും. ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എത്ര നന്മ വാരിക്കൂട്ടാൻ പറ്റും. മത്സരിച്ചില്ലേ സഹോദരന്മാരെ? സ്വപ്പ് നിൽക്കാൻ മത്സരം ഉണ്ടായില്ലേ മദീനത്തെ പള്ളിയിൽ? മുമ്പിലെ സപ്പ് നിൽക്കാൻ മത്സരം ഉണ്ടായില്ലേ? ബാങ്ക് വിളിക്കാൻ മത്സരം ഉണ്ടായില്ലേ? യുദ്ധത്തിന് പോകാൻ മത്സരം ഉണ്ടായില്ലേ? സ്വതക്ക ചെയ്യാൻ മത്സരം ഉണ്ടായില്ലേ? പള്ളി അടിച്ചു വരാൻ മത്സരം ഉണ്ടായിട്ട് അള്ളാഹ് റസൂല് നിങ്ങൾ ആരും അടിച്ചു വരണ്ട, ഒരു കറുത്ത പെണ്ണിനെ ഏർപ്പാടാക്കിയില്ലേ? കറുത്ത പെണ്ണെന്ന് മോശമാക്കി പറയാം, ഒരു പാവപ്പെട്ട സ്ത്രീ. കാരണം എല്ലാവരും ചൂലുമായിട്ട് വരിക, എല്ലാവർക്കും അടിക്കാൻ മാത്രം പള്ളി വലിപ്പുണ്ടാവും. അപ്പൊ എന്താ, പള്ളി വൃത്തിയാക്കിയുള്ള കൂലിയായാലും വെച്ച് എല്ലാവരും. അപ്പൊ റസൂൽ നിങ്ങൾ ആരും അടിക്കണ്ട, ഇവളടിച്ചോട്ടെ. അങ്ങനെ ഒരു പെണ്ണിനെ നിശ്ചയിച്ചത് നമുക്ക് ചരിത്രത്തിൽ കാണാം. അതിന് എങ്ങനെ രണ്ട് ബാങ്കുകാരുണ്ടായത്? സാധാരണ ഒരു പള്ളിയിൽ ഒരു ബാങ്കല്ല കൊടുക്കുക, ഒരാളുണ്ടാവുക. എങ്ങനെ രണ്ടാളായത്? മത്സരമാണ്. അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂർ അള്ളാഹു പറഞ്ഞു എനിക്കും കിട്ടണം കൂലി. അപ്പൊ റസൂൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, നീ തഹജ്ജുദിന്റെ ബാങ്ക് കൊടുത്തോ. അപ്പൊ ഞങ്ങള് ഈ ഉമ്മി മക്തൂന്റെ ബാങ്ക് കേൾക്കുമ്പോൾ അത്താഴം കഴിക്കും. ബിലാൽ തോന്നോട് പറഞ്ഞു നീ സുബിയാൻ കൊടുത്തോ. അപ്പൊ സഹാബികൾ പറയാണ് ബിലാലിന്റെ ബാങ്ക് കേട്ട് നമ്മൾ തീറ്റി നിർത്തും. വേണ്ട, മത്സരം. നന്മ ചെയ്യാൻ മത്സരം. പരിഭ്രമം ഏത് വിഷയത്തിലാ, ബേജാർ ഏത് വിഷയത്തിലാ? പണക്കാര് കൂലി മുഴുവൻ വാരി കൂട്ടുക എന്നുള്ള റസൂലെ. പൈസ കൊടുത്ത് സ്വർഗം കണ്ടത് ഞങ്ങൾക്ക് അതിന് പറ്റണില്ലല്ലോ എന്നാണ് പാവപ്പെട്ട സഹാബികൾ പറയുന്നത്. പൈസക്കാർക്ക് പൈസ ഉണ്ടാക്കണമെന്നല്ല, അവരുടെ പണം ഉപയോഗിച്ച് സ്വർഗം നേടുന്നു, ഞങ്ങൾക്ക് നേടാൻ കഴിയണില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ റസൂൽ പറഞ്ഞു സദക്കാന്ന് പൈസ കൊടുക്കൽ മാത്രമല്ലല്ലോ, നന്മ പഠിപ്പിച്ചോളി. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സദഖയാണ്. ഖുർആൻ ഓരോ അക്ഷരം സദഖയാണ്. നന്മ കൽപ്പിക്കൽ സദഖയാണ്, തിന്മ വിരോധിക്കൽ സദഖയാണ്. അതൊക്കെ ചെയ്തോളി, കാരണം മത്സരിക്കുക. അതുകൊണ്ട് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. പരലോകത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. ആ ദാർഢ്യതയാണ് രാവും പകലും ശുദ്ധമാക്കേണ്ടത്. ആ ദാർഢ്യതയാണ് നന്മ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ആ ദാർഢ്യതയാണ് തിന്മയിൽ നിന്ന് ശക്തമായി നമ്മെ പിന്നോട്ടടിപ്പിക്കേണ്ടത്. ഇങ്ങനെ യഖീനോടുകൂടി ജീവിക്കുന്നവർ, ഈ 4-5 ലക്ഷണങ്ങളാണ് മുത്തഖീങ്ങൾക്കുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആ ഉന്നതമായ അടയാളങ്ങൾ ഉള്ള ആളുകളായി ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്തെങ്കിലും ന്യായമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നമുക്ക് സംശയത്തിന് വേണ്ടി ആകാവുന്നതാണ്. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈറ.